ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് അലീനയാട്ടോ. അലീന ശരണ്യെ ഫോൺ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശരണ്യ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോൺ എടുത്താട് പറയുന്നുണ്ട്, ഹലോ അലീന ചേച്ചി എന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, നീ വീട്ടിൽ എന്നെ ഉണ്ടോടി മോളെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശരണ്യ പറയുന്നുണ്ട്, ആ എന്താ നിൽക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അല്ല നീ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കാനാണെന്ന് പറയാണ്. അന്നേരം ശരണ്യ ചോദിക്കുന്നുണ്ട്, അതല്ല വേറെ എന്തോ കാര്യമുണ്ടെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അല്ലടി നിന്നെ കാണാൻ വരാനാണ് എന്ന് പറയാണ്. അന്നേരം ശരണ്യ പറയുന്നുണ്ട്, ഓടിവായോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനൊന്ന് അച്ഛനോട് ചോദിക്കട്ടെ, ചോദിച്ചിട്ട് പറയാമെന്ന് പറയാണ്. ശരണ്യ പറയുന്നുണ്ട്, വരണേ വരാതിരിക്കല്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, നീ ഫോൺ വെച്ചോന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഫോൺ വെക്കുക കേട്ടോ. എന്നിട്ട് ശരണ്യ ഉറക്കെ വിളിക്കുന്നുണ്ട്, അമ്മയെ അമ്മയെ ഒന്ന് വേഗം വാ, അലീന ചേച്ചി വരുന്നുണ്ട് എന്ന് പറയാണ്. ഞാൻ അമ്മ പറയുന്നുണ്ട്, ഇന്ന് വരുന്നുണ്ടോ? വന്നാൽ തന്നെ ഒന്നും കഴിക്കാനുമില്ല, നമ്മൾ അവിടെ പോയിട്ട് മുക്കുമുട്ട കഴിച്ചിട്ട് വന്നതല്ലേ, വന്നിട്ട് എന്താ കഴിക്കാൻ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശരണ്യയോട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനാണ് കേട്ടോ. ബാലേന്ദ്രൻ ഓഫീസിലെ കണക്ക് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്ന് ഗോവർദ്ധനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, GST ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട് ഉണ്ട് എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നോക്കി കാണുന്നില്ല എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറയാണ്. ആ സമയത്ത് അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, പറ എന്താണ് നിന്റെ ആഗമന ഉദ്ദേശം എന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അച്ഛന് മനസ്സിലായി? നീ എന്നെ ഉപദേശിക്കാനോ ഗുണദോഷിക്കാനോ ആണ് സാധാരണ ഈ വെറും കൈ കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാൻ പെർമിഷൻ ചോദിക്കാനായിട്ടായിരിക്കും വരുന്നത് പറയാണ്. കയ്യിൽ എന്തെങ്കിലും ചായയോ ജ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തോ അനുവാദം ചോദിക്കാനാണ് വരുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അല്ല അച്ഛൻ ഈ പ്രാവശ്യം തെറ്റിയെന്ന് പറയാണ്. ചെറുതായിട്ടൊന്ന് അനുവാദം ചോദിക്കലാണ്, കൂട്ടത്തിൽ കുറച്ച് ഉപദേശവും തരാമെന്ന് വിചാരിക്കുന്നു എന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ തെറ്റാൻ വഴിയില്ലല്ലോ, ഏതായാലും വന്ന കാര്യം നടക്കട്ടെ പറയാന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എനിക്കൊന്ന് ശരണ്യയുടെ വീട്ടിൽ പോകണമായിരുന്നു എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതാണോ ആവശ്യം, ഇതിനാണോ നീ എന്നോട് ചോദിക്കാൻ വന്നതെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ നോ പറഞ്ഞാലും നീ ഇപ്പോൾ അതിൻ്റെ വരായികകളെല്ലാം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, എന്നിട്ട് അത് എസ് ആക്കി മാറ്റും എന്ന് പറയാണ്. ഇപ്പോൾ ഞാൻ എസ് പറഞ്ഞേ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതാ പറഞ്ഞിരിക്കുന്നു എസ് എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല അച്ഛൻ, ഞാൻ ന്യായമുള്ള കാര്യത്തിന് മാത്രമേ അച്ഛനോട് ഞാൻ വാശി പിടിക്കാറുള്ളൂ. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്തിനാ ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്കൊന്ന് അവസാനമായിട്ട് അവളോട് യാത്ര പറഞ്ഞു പോകണമെന്നുണ്ട്, അതുകൊണ്ട് പോകുന്നതാന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എങ്ങനെ പോകുമെന്ന് പറയണം. അന്നേരം അലീന പറയുന്നുണ്ട്, രോഹിത്തിനോട് ചോദിച്ചിട്ട് രോഹിത് ഉണ്ടെങ്കിൽ രോഹിത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറയാണ്. എന്നാൽ ശരി നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അലീന തിരിയുമ്പോൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ, അച്ഛ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നത്, ഇനി എന്താ പറയാനുള്ളതെന്ന് പറയണം. അന്നേരം അലീന പറയുന്നുണ്ട്, ശരണ്യയുടെ കാര്യമാണ്, ഞാനും ഇവിടുന്ന് പോയാലും അച്ഛൻ ശരണ്യയുടെ കാര്യം മറക്കരുതെന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശരണ്യയുടെ എന്ത് കാര്യം എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ അവളെ പഠിപ്പിൻ്റെ കാര്യം മറക്കരുതെന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് അപ്പോൾ ഇറങ്ങുന്ന അപ്പോൾ മുതൽ എൻ്റെ ബഡ്ജറ്റിൽ നിന്ന് അവളെ പേര് ഞാൻ വെട്ടെന്ന് പറയാണ്. അന്നേരം അലീന അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേടി, അവൾക്ക് എന്തുവരെ പഠിക്കണമെന്ന് അവൾ തന്നെ പറയട്ടെ, അതിനെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, നമ്മൾ രോഹിത്തിൻ്റെ ജീവിതം അവൾ രക്ഷിച്ചല്ലേ അച്ഛ, അപ്പോൾ ഒരു ലാഭേച്ഛയില്ലാതെ നമ്മൾ അവളെ സഹായിക്കാൻ പറ്റുന്നത് ഇത് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് നീ അങ്ങ് പോവാല്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ല അച്ഛാ, അവിടെ ഞാൻ പോകുന്ന സ്ഥലം ജോലി അതെല്ലാം ഒന്ന് ശരിയാവുന്ന വരയിലുള്ളൂ, എനിക്ക് എല്ലാവരെയും എങ്ങനെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അലീന. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നാൽ നീ വേഗം പോയിട്ട് വാ, അധികം കാര്യങ്ങളൊന്നും പറയണ്ട, മൂഡ് കളയണ്ട എന്ന് പറയാണ്, പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് പറയണം. അന്നേരം അലീന പറയുന്നുണ്ട്, പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലീന താഴേക്ക് പോവാട്ടോ. പിന്നെ കാണിക്കുന്നത് അലീനയും ബബിതയാട്ടോ. ഡൈനിങ് ടേബിളിൽ രണ്ടാളുണ്ട്. ആ സമയത്ത് ബബിത ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എടുക്കാൻ വേണ്ടി വരും കേട്ടോ. അവളെ കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛന് ചായ കൊണ്ട് കൊടുത്തായിരുന്നു എന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, കൊടുത്തല്ലോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട്, കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റായി എന്ന് പറയാണ്. പിന്നെ രാവിലെ റസ്ക്കും ചായയും കഴിച്ചല്ലോ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, നീ മര്യാദക്ക് ഒന്ന് കഴിച്ചിട്ട് ക്ലാസ്സിൽ പോയി പട്ടിണി കിടക്കണ്ട.
അന്നേരം ബബിത പറയുന്നുണ്ട് ഈ അലീന ചേച്ചിയുടെ ഒരു കാര്യം അങ്ങനെ അലീന പറയുന്നുണ്ട് വാവിടെ ഇരിക്കെ എന്ന് പറയണം. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിത കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമോള് ബാഗ് കൊടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിക്കുന്ന കണ്ട ഉടനെ കൃഷ്ണമോള് ബാഗ് സോഫയിൽ വെച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബബി ചേച്ചിയല്ലേ രാവിലെ പറഞ്ഞത് ഞാൻ കഴിക്കുന്നില്ല സമയമില്ല എന്നൊക്കെ പറഞ്ഞതെന്ന് പറയാണ്. ബബിത പറയുന്നുണ്ട് എടി ഈ അലീന ചേച്ചി കാരണം അല്ലെങ്കിൽ ഞാനങ്ങ് പോയേനെ പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട് എനിക്കും കൂടി ഒന്ന് വാരി തരുമോ എന്നാലും ആ പണിയൊന്ന് തീർക്കാമല്ലോ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് വാരി തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വാരി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഒന്ന് ഇവിടെ ഇരിക്കുമോ രാജാവേ എന്ന് പറയാണ്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുക കേട്ടോ. അങ്ങനെ വാരി കൊടുക്കുന്ന കണ്ടിട്ട് അലീന വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് അവന് ഇതുവരെ എണീറ്റില്ലേ രോഹിത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ടായി ഞാൻ രാവിലെ അതിലേ വരുമ്പോൾ അലറാം അടിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട് എന്നാൽ പിന്നെ അത് ഓഫ് ചെയ്ത് അവിടെ തന്നെ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഞാൻ ഇന്ന് ചിലപ്പോൾ ശരണേരെ വീട് വരെ പോകുമെന്ന് പറയാണ്. അന്നേരം ബബിത ചോദിക്കുന്നുണ്ട് അതെന്തിനാ ഇടയ്ക്കിടയ്ക്കുള്ള പോക്ക് എന്ന് പറയാണ്. ശരണ്യനെ കാണാനോ അതോ ഷാജിയേട്ടനെ കാണാനോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ ഷാജിയേട്ടനെ പറയുന്നത് ചുമ്മാ എങ്ങനെ പറയല്ലേ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് മനോടിൻ്റെ ഷാജിയേട്ടൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചൊറിച്ചിൽ വരും എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട് അത് ശരിയാട്ടോ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് രണ്ടാളും ചുമ്മാ ഇതും പറഞ്ഞ് നിൽക്കാണ്ട് ഒന്ന് വേഗം കഴിച്ചെണീറ്റേ എന്ന് പറഞ്ഞിട്ട് അലീന കിച്ചണിലേക്ക് പോവാട്ടോ. ബബിത പിന്നെയും കൃഷ്ണക്ക് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട് എനിക്ക് മതിയെന്ന്. അന്നേരം ബബിത പറയുന്നുണ്ട് എന്നാൽ എണീറ്റോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോള് വാ കഴുകാൻ പോവാം കേട്ടോ. കിച്ചണിൽ പാത്രം കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ബബിതയും പോകുന്നുണ്ട്. ആ സമയത്ത് സ്റ്റെയർ കേസ് ഇറങ്ങിയിട്ട് രോഹിത് വരുന്നുണ്ട് കേട്ടോ. രോഹിത് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണൻ പറയുന്നുണ്ട് ഈ ബബിതേച്ചി കഴിക്കാനിരുന്നുകൊണ്ടാണ് ലേറ്റായി എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് അപ്പോൾ നീ കഴിച്ചില്ലേ എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണ പറയുന്നുണ്ട് അത് ഞാനൊരു കമ്പനിക്ക് ഇരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്തിട്ട് പോകാൻ റെഡി ആവാം കേട്ടോ. അലീന ഒരു കപ്പ് ചായ രോഹിത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് രോഹി വരുന്നുണ്ടോ ചോദിക്കുകയാണ്. രോഹിത് പറയുന്നുണ്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും വരാമെന്ന് പറയാണ്. എപ്പോൾ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാനിപ്പോൾ റെഡിയായി വരേണ്ട താമസം അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അലീന ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അന്നേരം രോഹിത് പറയുന്നുണ്ട് അയ്യോ ചേച്ചി ഒരു പ്രശ്നമുണ്ട് ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത് അറ്റൻഡൻസ് ഇട്ടാട് ഞാൻ വരാം ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോയാൽ പോരെ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അത് പറ്റില്ല പോയിട്ട് പെട്ടെന്ന് വരണം എന്ന് പറയാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട് എന്നാൽ നാളെ പോവാമെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അത് പറ്റില്ല ഇന്ന് തന്നെ പോകണം നാളെ കുറച്ച് തിരക്കുണ്ട് എന്ന് പറയാണ്. എന്നാൽ പിന്നെ നീ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അലീന പോവാട്ടോ. ആ സമയത്ത് രോഹിത് ചോദിക്കുന്നുണ്ട് ഇതെന്താ പെട്ടെന്നൊരു പോക്ക്. അന്നേരം അലീന വിഷമത്തോട് പറയുന്നുണ്ട് ഞാൻ പോവല്ലേ അപ്പോൾ അവസാനമായിട്ട് നേരിട്ട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നതാട്ടോ. മഴയത്ത് കുടയും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഓടി അലീനയുടെ കുടയിൽ ചൂടാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അത് ശരണ്യയുടെ അനിയനാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് നീ എവിടെ നിന്നാണ് ഇപ്പോൾ ഓടിയിട്ട് വരുന്നതെന്ന് പറയണം. അന്നേരം അനിയൻ പറയുന്നുണ്ട് ഞാൻ അവിടെ ഒരു വീട്ടിലുണ്ടായിരുന്നു ചേച്ചിനെ കണ്ടുകൊണ്ട് ഓടി വന്നതാണ് എന്ന് പറയണം. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് നീ ക്രിക്കറ്റ് കളിക്കാനൊന്നും പോയില്ലേ എന്ന് പറയാണ്. എന്നിട്ട് അനിയൻ ചോദിക്കുന്നുണ്ട് ചേച്ചി ഞങ്ങളെ വീട്ടിലേക്കല്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ അന്ന് ഷാജിയേട്ടൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു. അന്നേരം അനിയൻ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല പോവാന്ന്. അന്നേരം അലീന പറയുന്നത് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവാട്ടോ. അങ്ങനെ ശരണ്യരെ വീട്ടിലെത്തി അമ്മ അവിടെ തുണി അലക്കാടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് ഇവൻ എവിടെ നിന്ന് കിട്ടി ഇവൻ കളിക്കാരെ കൂട്ടാൻ വേണ്ടി പോയതല്ലേ എന്ന് പറയാണ്. അന്നേരം അനിയൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ പോകുമെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് പോയത് തന്നെ ഞാൻ വിട്ട് തന്നെ എന്നൊക്കെ പറയാം കേട്ടോ. ആ സമയത്ത് ഗോപൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് കളിയൊന്നും ഇല്ലേടാ നീ എന്ത് ചെയ്യുവാടാ ചോദിക്കുകയാണ്. അന്നേരം ഗോപൻ പറയുന്നുണ്ട് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുക എനിക്ക് കളിയുണ്ട് ഫുട്ബോളാണ് അത് വൈകുന്നേരമാണെന്ന് പറയണം. അന്നേരം അമ്മ പറയുന്നുണ്ട് ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ് ഒരു ക്രിക്കറ്റ് ഫുട്ബോളും കാരണം എന്ന് പറയാണ്. അതിന് മുന്നേ ആയിട്ട് ശരണ്യ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് അവളെ പിടിച്ച് ഞമിക്കാതെടി എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് അങ്ങനെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ശരണ്യയുടെ വീട്ടിലെ വരാന്തയിൽ ഇരുന്നിട്ട് അലീന ഓരോ ഫോട്ടോസും വീഡിയോസും ശരണ്യക്കും അനിയനും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിന്നമോളെ കൊണ്ട് കറങ്ങാൻ പോയതും ഒക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ. അമ്മയും ഗോപനും ഒത്തിരി ഫുഡൊക്കെ വിളമ്പി വെക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ആ സമയത്ത് ശരണ്യെന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ടും അവർ വിളിയേക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അമ്മ ശരണ്യയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. വന്ന് ഫുഡ് കഴിക്കാലോ ഫുഡ് വിളമ്പാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ആയോ 12 കഴിഞ്ഞതേക്കുള്ളൂ എന്ന് പറയണം. അന്നേരം ശരണ്യ പറയുന്നുണ്ട് അതിൻ്റെ പേരാ ഉച്ച എന്ന് പറഞ്ഞിട്ട് അവർ എണീറ്റ് പോവാട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട് ഓമന കുട്ടാ നീയും വാ നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് പോവാട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ വേറൊരു കാര്യത്തിനും കൂടിയാണ് വന്നതെന്ന് പറയാണ്.
എന്നിട്ട് പറയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോവാണ്, അവിടെ പണി മതിയായി എന്ന് പറയാണ്. അന്നേരം അമ്മ ചോദിക്കുന്നുണ്ട് അതെന്താ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാനിപ്പോൾ കുറേ ആയില്ലേ വന്നിട്ട്, ഇപ്പോൾ വേറൊരു വീട്ടിൽ ജോലി ശരിയായിട്ടുണ്ട് എന്ന് പറയാണ്. ഓമനക്കൂട്ടം ചോദിക്കുന്നുണ്ട് അതെവിടെയാ? അലീന പറയുന്നുണ്ട് കുളത്തിപ്പുഴ എന്ന് പറയാണ്. എന്നിട്ട് എന്നാ പോകുന്നത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അലീന നാളെ പോവാണെന്ന് പറയാണ്. അങ്ങനെ നാളെ പോവാണെന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ശരണൻ്റെ മുഖം എന്തോ പോലെ ആയിട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് എണീറ്റ് പോകുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട് നിങ്ങൾ കഴിച്ചോ, ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ശരണ്യയുടെ അടുത്ത് പോവാട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഞാൻ എവിടെയാണെങ്കിലും ശരണ്യയുടെ അടുത്ത് തന്നെ വരും, മാസത്തിൽ ഒരു തവണ വന്നാൽ പോരെ എന്ന് പറയാണ്. അന്നേരം ശരണ്യ പറയുന്നുണ്ട് ഒരു തവണ 2 തവണ വരാൻ പറ്റത്തില്ലേ എന്ന് പറയാണ്. അലീന പറയുന്നുണ്ട് ഇത് അങ്ങ് ദൂരമല്ലേ മോളെ, നീ ഇപ്പോൾ പഠിത്തത്തിലാണ് ശ്രദ്ധിക്കണത്, നീ ജയിച്ചാൽ ഞാൻ ജയിച്ചു എന്നാണ് അർത്ഥം, അതുകൊണ്ട് പഠിത്തത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അലീന ശരണ്യക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇവിടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.